മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കുള്ള മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മുസ്ലിം ലീഗിന്റെ 23 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. കോൺഗ്രസ് മത്സരിക്കുന്ന 10 സീറ്റുകളിൽ സ്ഥാനാർത്ഥികൾ 2 ദിവസത്തിനകം പ്രഖ്യാപിക്കും. കോട്ടക്കൽ നഗരസഭ, പൊന്മുണ്ടം, നന്നമ്പ്ര തുടങ്ങിയിടങ്ങളിലെ മുസ്ലിം ലീഗ് കോൺഗ്രസ് ഭിന്നത പരിഹരിക്കാനുള്ള ശ്രമങ്ങളും പുരോഗമിക്കുകയാണ്. CV അനുമോദിന്റെ റിപ്പോർട്ട്. 33 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ 23 ഡിവിഷനുകളിലാണ് മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്നത്. അതിലെ സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് പ്രഖ്യാപിച്ചത്. അതിൽ മുതിർന്ന നേതാക്കളും അതുപോലെ തന്നെ വനിതകളും യുവ നേതാക്കളും എല്ലാം തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട്. അരീക്കോട് PA ജബ്ബാർ ഹാജി, അതുപോലെ തന്നെ വെട്ടം ആലിക്കോയ തങ്ങൾ തുടങ്ങിയ മുതിർന്ന നേതാക്കളെ ഈ ഒരു മത്സരിക്കാനുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ യൂത്ത് ലീഗ് നേതാവായ ഷെരീഫ് കുറ്റൂരിനും നന്നമ്പ്രയിൽ മത്സരിക്കുന്നുണ്ട്. അന്തരിച്ച മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന AP ഉണ്ണികൃഷ്ണൻ്റെ മകൾ അഡ്വക്കേറ്റ് AP സ്മിജി താനാലൂർ ഡിവിഷനിൽ മത്സരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുവിധം പരാതികളൊന്നും ഉയരാത്ത തരത്തിലുള്ള ഒരു പട്ടികയാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിലേറ്റവും ശ്രദ്ധേയമായത് മത്സരിക്കുമെന്ന് കരുതിയ പല മുതിർന്ന നേതാക്കളുമുണ്ട്. അവരെ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അവർക്ക് അവസരം ലഭിക്കുമെന്ന സാധ്യതയും മുന്നിൽ നിർത്തിയാണ് ഈ ഒരു പ്രഖ്യാപനം. അതായത് അഷ്റഫ് കോക്കൂരിനെയും അതേപോലെ തന്നെ മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായ ഇസ്മായിൽ മൂത്തേടൊക്കെ ഈ ഒരു പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല. സ്വാഭാവികമായിട്ടും അവർക്ക് നിയമസഭയിൽ മത്സരിക്കാവുന്ന പ്രതീക്ഷ കൂടി നൽകുന്നതാണ് ഈ പ്രഖ്യാപിക്കപ്പെട്ട ഇന്നത്തെ പട്ടിക. ഇനി ജില്ലാ പഞ്ചായത്തിലേക്ക് UDFൻ്റെ 10 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിക്കാനുള്ളത്. അത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നാണ്. അത് സംബന്ധിച്ചുള്ള അന്തിമ കൂടിയാലോചനകൾ പുരോഗമിക്കുകയാണ്. നാളെയോ മറ്റന്നാളോ ആയിട്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കുമെന്നാണ് അറിയാനാകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം UDFലെ ഭിന്നതയാണ്. പല പഞ്ചായത്തുകളിലും പൊന്മുണ്ടവും അതുപോലെ കോട്ടക്കൽ നഗരസഭയിലും അതേപോലെ നന്നമ്പ്രയിലും തുടങ്ങി ചിലയിടങ്ങളിലൊക്കെ ഈ ലീഗ് കോൺഗ്രസ് ഭിന്നത നിലനിൽക്കുന്നുണ്ട്. അത് പരിഹരിക്കാനുള്ള അവസാനവട്ട ചർച്ചകളും പുരോഗമിക്കുകയാണ്. 2 ദിവസത്തിനുള്ളിൽ ഇക്കാര്യങ്ങളിൽ ഒരു കൃത്യമായ ധാരണ ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയുന്നത്. എല്ലായിടത്തും UDF ആയിട്ട് തന്നെ മത്സരിക്കുമെന്ന് നേതൃത്വം ഉറപ്പു പറയുമ്പോഴും താഴെത്തട്ടിൽ ഇതെത്രമാത്രം നടപ്പിലാകുമെന്ന ചോദ്യം ഉയരുന്നുണ്ട്. മലപ്പുറത്തു നിന്നും CV അനുമോദ്, News 18.